അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക മനസാക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നീറുന്ന പ്രശ്നമാണ് ഫലസ്തീൻ വിഷയം. 2 വർഷത്തിലധികമായി തുടർന്നു വരുന്ന വംശഹത്യ നിരപരാധികളായ നിരവധി ആളുകളുടെ വിലയേറിയ ജീവനുകളെയാണ് കവർന്നെടുത്തത്. ഫലസ്തീൻ ഏറെ ശ്രദ്ധേയമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. സെമിറ്റിക് മതങ്ങൾക്കൊക്കെയും വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ഇടങ്ങളുള്ള ഒരു പ്രദേശമാണ് ഫലസ്തീൻ. വളരെ പൗരാണിക കാലം മുതൽ തന്നെ മനുഷ്യവാസം ആരംഭിക്കുകയും പല മതങ്ങളിലെയും ബഹുമാന്യ വ്യക്തിത്വങ്ങളായ പ്രവാചകന്മാർ ഉൾപ്പെടെ വരികയും ചെയ്ത പ്രദേശമാണ് ഫലസ്തീൻ. ഇസ്ലാമിക സമൂഹത്തിലും ക്രൈസ്തവ വിഭാഗത്തിലുമൊക്കെ ഫലസ്തീന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആ കൂട്ടത്തിൽ ജൂത മതവും ഇടം പിടിച്ചു എന്നുള്ളതാണ് ഫലസ്തീൻ ഇന്ന് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വേദനയുടെ ഒരു കാരണം എന്നാണ് നമുക്ക് ബോധ്യമാവുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഫലസ്തീനിൽ ചരിത്രത്തെ നാണിപ്പിക്കുന്ന വിധം വംശഹത്യ വ്യാപകമായത് ആരുടെ കുറവ് കൊണ്ടാണ്, എന്തുകൊണ്ടാണ് എന്ന ഗൗരവപൂർവമുള്ള ഒരു ചർച്ച സമൂഹത്തിൽ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് മനുഷ്യത്വം മരവിച്ചു പോകാത്ത ആളുകളെയൊക്കെ വേദനയോടുകൂടെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജൂത മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഹൂദ മതം എന്ന് പറയുന്നത് മതങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ? ലോകത്ത് ഒരുപാട് മതങ്ങളും ഇസങ്ങളും ഒക്കെയുണ്ട്. എല്ലാ മതങ്ങളും ഇസങ്ങളും പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് അവയൊക്കെ നിലകൊള്ളുന്നത് എന്നാണ്. ഇതര മതങ്ങൾക്ക് ഒരുപക്ഷെ മറ്റ് മതങ്ങളോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. വിശ്വാസ ആചാരങ്ങളിൽ എതിരായ കാഴ്ചപ്പാടുകളുണ്ടാവാം. ഇസങ്ങളിൽ പലതും മറ്റ് പലതിനെയും നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എല്ലാ ഇസങ്ങളും മതങ്ങളും അവകാശപ്പെടുന്നത് തങ്ങൾ മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ്. അതിനൊരുപാട് തെളിവുകളും അവർ പറയാറുണ്ട്. എങ്കിൽ ന്യായമായും നമ്മളിപ്പോൾ ചിന്തിച്ചു പോകുന്നത്, ജൂതമതം മതങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ? ദൈവികമായ മതമാണ് എന്ന് അവകാശപ്പെടുന്ന സെമിറ്റിക് മതങ്ങളുടെ കൂട്ടത്തിൽ ജൂതമതത്തിന് ഇടം കൊടുക്കാൻ പറ്റുമോ? ദൈവം മനുഷ്യരോട് ക്രൂരത കാണിക്കുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ വക്താവാകാൻ പറ്റുമോ? ഈ ഒരു അന്വേഷണത്തിലും ചിന്തയിലും ജൂതമതത്തിൻ്റെ ആചാര്യന്മാരുടെ മൗനം അതൊരു മതമല്ലെന്ന് പോലും പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഏതൊരു മതവും ഏതൊരു മതത്തിൻ്റെ വിശ്വാസികളും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും തിരുത്താനും മുന്നോട്ട് വരുന്നത് ആ മതത്തിലെ പുരോഹിതന്മാരാണ്, പണ്ഡിതന്മാരാണ്. ഇവിടെ നമ്മൾ കാണുന്നത് 2 വർഷത്തിലധികമായി നീണ്ടു നിന്ന, അതിനു മുമ്പ് പലതും നടന്നിട്ടുണ്ട്, അതിനപ്പുറം 2 വർഷത്തിലധികമായി തുടർന്നു വരുന്ന ഫലസ്തീനിലെ വംശഹത്യക്ക് യഹൂദ മതവിശ്വാസികളായ ഭ്രാന്തന്മാരായ ഒരു കൂട്ടം ആളുകൾ നേതൃത്വം കൊടുക്കുമ്പോൾ അവരുടെ പുരോഹിത വിഭാഗം, അവരുടെ പണ്ഡിത വിഭാഗം അതിനെതിരെ ശബ്ദിക്കുകയോ അതിനെതിരെ തങ്ങളുടെ മതവിശ്വാസികളെ ബോധവൽക്കരിക്കുകയോ
അത്തരം നീച പ്രവൃത്തികൾ ചെയ്യുന്ന അധികാരികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല എന്നാണ്. ഹിന്ദുമത വിശ്വാസികളായ ചില ആളുകൾ വർഗീയമായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഹിന്ദുമത ആചാര്യന്മാരാണ് അത് ഹൈന്ദവതയല്ല എന്ന് പറയുന്നത്. ക്രൈസ്തവതയുടെ പേരിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ക്രൈസ്തവ പുരോഹിതന്മാരാണ്, മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള വലിയ മനുഷ്യരാണ് ആ ചെയ്തികൾക്ക് ക്രൈസ്തവതയുടെ പിന്തുണയില്ല എന്ന് പറയാൻ മുന്നോട്ട് വരുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ അരുതായ്മകൾക്ക് അവിവേകികൾ കൂട്ടുനിൽക്കുമ്പോൾ അത് ഇസ്ലാമല്ല, മുസ്ലിമിൻ്റെ ചര്യയല്ല എന്ന് പറയുന്നത് ഇസ്ലാമത വിശ്വാസികളായ പണ്ഡിതന്മാരാണ്, നേതാക്കളാണ്. അതിന് സമാനമായ ഒരു സമീപനം പോലും യഹൂദ മതത്തിൻ്റെ ആചാര്യന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും കാണാതിരിക്കുമ്പോൾ ന്യായമായും നമ്മൾ ചിന്തിച്ചു പോകുന്നു, യഹൂദ മതം എന്ന് പറയുന്നത് ഒരു മതം പോലുമല്ലേ? ലോകത്ത് നിലവിലുള്ള അനേകം ഇസങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇസമല്ലേ? അത് കേവലം മനുഷ്യത്വരഹിതമായ, മനുഷ്യവർഗത്തിന് തന്നെ അപമാനമായ ക്രൂരതയുടെ പര്യായമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ വിശാല മനസ്കരായ ഫലസ്തീനികളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാടില്ലാതെ അലഞ്ഞിരുന്ന, പലപ്പോഴും ലോകം കണ്ട വലിയ ക്രൂരതകൾക്ക് വിധേയമാക്കപ്പെട്ട ജൂതവിഭാഗം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന വലിയ കൂട്ടക്കശാപ്പുകൾക്ക് വിധേയമാക്കപ്പെട്ട ജൂതര്, ആ ജൂതരെ ആരും സ്വീകരിക്കാനില്ലാത്ത ഒരു സമയത്ത് തങ്ങളുടെ മണ്ണിലേക്ക് അവർക്ക് കടന്നു വരാനും പാർക്കാനും അവസരം കൊടുത്തവരാണ് ഫലസ്തീനികൾ എന്ന വിശാല മനസ്സിൻ്റെ ഉടമകൾ. പിൽക്കാലത്ത് നമ്മൾ കാണുന്നത്, നാടില്ലാതെ തെണ്ടി നടന്നിരുന്ന ജൂതന്മാർ അഭയം തേടി പലയിടങ്ങളിലും സഞ്ചരിച്ചപ്പോൾ ഫലസ്തീനിലേക്ക് അവരെത്തിപ്പെട്ടതിൻ്റെ പിന്നിൽ പോലും ചില ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു എന്നാണ്. ലോകത്തെ വൻശക്തികൾ ഫലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തെയും രാജ്യക്കാരെയും ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ അണിയറയിൽ നടത്തിയിരുന്നു എന്ന് സംശയിക്കാവുന്ന വിധമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അർദ്ധഭാഗം മുതലുണ്ടായ ഓരോ സംഭവങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. തങ്ങളുടെ പാർപ്പിടങ്ങളിൽ താമസിക്കാൻ ഇടം കൊടുത്ത ഫലസ്തീനികളെ, അവർ പെറ്റു വീണതും വളർന്നു വലുതായതും ആ നാട്ടിലാണ്, എന്നിട്ട് പോലും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനും ആട്ടിയോടിക്കാനുമാണ് കുടിയേറി വന്ന ജൂതന്മാർ മുന്നോട്ട് വന്നത്. ആ ജൂതന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഇസ്രയേൽ എന്ന രാജ്യം യഥാർത്ഥത്തിൽ ലോകത്ത് ഒരു ചട്ടമ്പിയുടെ വേഷം കെട്ടുകയായിരുന്നു. ആ ചട്ടമ്പിയെ പോറ്റി വളർത്താനും അവർക്കാവശ്യമായ ആയുധങ്ങൾ നൽകാനും ലോകത്തെ വൻശക്തികൾ മത്സരിച്ച് ശ്രമിച്ചു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിലേറെ വിരോധാഭാസം ലോകത്തിൻ്റെ മുമ്പിൽ പച്ച വെളിച്ചത്തിൽ ചെയ്തു കൂട്ടുന്ന ഈ തെമ്മാടിത്തങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലും അത് ചെയ്യുന്ന അക്രമിയായ ജൂത രാഷ്ട്രത്തെയും അതിൻ്റെ ഭരണാധികാരികളെയും അരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നിലക്ക് നിർത്താനുള്ള ഒരു വാക്ക് പറയാൻ പോലും ലോകത്തെ മനുഷ്യത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വക്താക്കളെന്ന് പറയുന്ന വൻശക്തികൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള വിരോധാഭാസമാണ്. ഇവിടെ അനേക കോടി മനുഷ്യർ, മനുഷ്യത്വം മരിച്ചു പോകാത്ത മനസ്സിൻ്റെ ഉടമകളായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത മതക്കാരും ആശയക്കാരുമായ കോടാനുകോടി മനുഷ്യർ തങ്ങൾക്കൊന്ന്
സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ ഫലസ്തീനിലെ മനുഷ്യഹത്യയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തികളും നിയമപരമായ പരിമിതികളും അങ്ങോട്ട് ചെല്ലാനോ അവരെ ഒന്ന് കെട്ടിപ്പുണരാനോ അവർക്കൊരു പച്ചവെള്ളമെങ്കിലും എത്തിച്ചു കൊടുക്കാനോ സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയിലാണ് മനുഷ്യ സ്നേഹികളായ ആളുകളെ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ശബ്ദം അത് അധികാരവർഗത്തിൻ്റെ ശബ്ദമല്ല, ലോകത്തെ വൻശക്തികളുടെ പിന്തുണയുള്ള ശബ്ദവുമല്ല, എന്നാൽ ലോകത്തെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരുടെ ശബ്ദമാണ്. ആ ശബ്ദം ഫലസ്തീനിലെ വംശഹത്യക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരപരാധികൾക്കുള്ള പിന്തുണയാണ്. അവരോടൊപ്പമാണ് മനുഷ്യത്വം മരിച്ചു പോകാത്ത ലോക ജനത എന്നുള്ള സന്ദേശമാണ്. പട്ടിണിക്കിട്ട് കൊല്ലുന്ന സൈനികരെയായിരുന്നുവെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാം. തങ്ങൾക്ക് നേരെ വരുന്ന സൈനികരെയാണ് വെടിവെച്ചിടുന്നതെങ്കിൽ നമുക്കതിൽ ന്യായം കണ്ടെത്താം. തങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയാണ് വകവരുത്തുന്നതെങ്കിൽ നമുക്കതിൽ അപാകത ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാം. ഇവിടെ കൊല്ലപ്പെടുന്നത് സൈനികരെയല്ല, ഇവിടെ വേട്ടയാടപ്പെടുന്നത് ആരോഗ്യമുള്ള യൗവനത്തെയല്ല, ഇവിടെ കൊന്നൊടുക്കുന്നത് തങ്ങളോട് പ്രതിരോധിക്കുന്ന ശക്തമായ ഒരു ജനതയെ അല്ല. അഭയാർത്ഥി ക്യാമ്പുകളിൽ അന്തിയുറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന അനേകായിരങ്ങളെയാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രവുമായി ഭക്ഷണം വിതരണ കേന്ദ്രങ്ങളിലേക്ക് ഓടി വരുന്ന കുഞ്ഞുങ്ങളെയാണ്. മുറിവേറ്റും രോഗിയായും ചികിത്സ തേടി ആശുപത്രിയിൽ അഭയം തേടിയിരിക്കുന്ന നിരപരാധികളെയാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അവരെ കൊല്ലാൻ ഒരു മനുഷ്യന് കഴിയൂല. അവരോട് ക്രൂരത കാണിക്കാൻ മനുഷ്യത്വത്തിൻ്റെ കണികയെങ്കിലും ഹൃദയത്തിലുള്ള ഒരാൾക്കും സാധിക്കൂല. അവരോട് മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അവരെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന ജൂദായിസം മതമല്ല. ജൂദായിസത്തിലൂടെ ലോകത്തിന് പകർന്നു കിട്ടുന്നത് മാനവികതയ്ക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു സന്ദേശവുമല്ല. ആ സന്ദേശം മനുഷ്യത്വത്തിനെതിരായുള്ള ശബ്ദമാണ്, സന്ദേശമാണ്. അത് മൃഗീയതയുടെ അപ്പുറത്തുള്ള മറ്റെന്തോ ഒരു പേരുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടേണ്ടുന്ന ക്രൂരതയുടെ പേരാണ്. ആ ക്രൂരതയുടെ പര്യായമായ ജൂദായിസത്തിനെതിരെ ലോക മനസ്സാക്ഷി ഉയരേണ്ട സമയമാണിത്. പലയിടങ്ങളിൽ നിന്നും ഒറ്റക്കൊറ്റക്കായി ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ ഏകോപിപ്പിച്ച് ലോകത്തെ ഏറ്റവും വലിയ ഭീഷണിയായി മാറിയ ഇസ്രയേൽ എന്ന ജൂത രാഷ്ട്രത്തെ, അതല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനലുകളുടെ താവളമായി മാറിയ ജൂദായിസത്തിൻ്റെ കേന്ദ്രമായി മാറിയ ഇസ്രയേലിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കലാണ് ഭൂമിയിൽ സമാധാനം നിലനിൽക്കാൻ ഏറ്റവും പ്രായോഗികമായ മാർഗം എന്ന തിരിച്ചറിവ് ഉണ്ടാവേണ്ടതാണ്. ഐക്യരാഷ്ട്രസഭയും ലോകത്തെ രാജ്യങ്ങളും അവരുടെ ഭരണകൂടങ്ങളുമൊക്കെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ ഈ ക്രൂരതയെ നോക്കിക്കാണുകയും അങ്ങനെ നന്മയുടെ പക്ഷത്ത് സമാധാനത്തിൻ്റെ വക്താക്കളായി ശാന്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന, എതിർക്കാനുള്ള ആയുധം കയ്യിലേന്താനുള്ള കഴിവ് പോലുമില്ലാത്ത കുഞ്ഞുമക്കളെ അവരെ ജീവിക്കാനുള്ള ന്യായമായ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ചേർത്ത് പിടിക്കാനാണ് മനുഷ്യത്വം മരവിക്കാത്ത ആളുകളൊക്കെയും മുന്നോട്ട് വരേണ്ടത്. നമുക്ക് പ്രാർത്ഥനയിലൂടെ, ഐക്യദാർഢ്യത്തിലൂടെ, അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ട് ആ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികളോടൊപ്പം ചേരാം. സർവശക്തൻ തീർച്ചയായും ദുരിതമനുഭവിക്കുന്നവരുടെ ഒരു ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാള് അനധിവിദൂര ഭാവിയിൽ സംജാതമാക്കുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടെ ഫലസ്തീനിലെ ജനതയ്ക്കൊപ്പം നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സുകൊണ്ട്
ഉറച്ചു നിൽക്കാം. സർവശക്തനും വിജയിപ്പിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.